ഭാവിയിലേക്ക് നല്ലൊരു ഗുണമുണ്ടാകും നമുക്ക്. പുള്ളിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് പുള്ളിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ. അങ്ങനെ പോയിട്ട് വേറൊരാൾ വരുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി തന്നെ ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം. അവരുടെ ഫാമിലി ഇപ്പോൾ ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി ഇങ്ങനെ വരില്ലേ, അതിലുള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ജനങ്ങളുടെ ടൈം വേസ്റ്റാണ്, ലോട്ട് ഓഫ് മണി വേസ്റ്റാണ്, എല്ലാം വേസ്റ്റാണ്. രാഹുൽ ഗാന്ധി രാജിവെക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വയനാട് മണ്ഡലം. UPയിലെ റായ്ബറേലി MP സ്ഥാനം നിലനിർത്താനും വയനാട് രാജിവെക്കാനുമായിരുന്നു രാഹുലിന്റെ തീരുമാനം. അണികളിൽ നിരാശയുണ്ടാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം എത്തിയത്. പ്രിയങ്ക വയനാട്ടുകാർക്ക് പ്രിയങ്കരിയാകുമോ, അതോ ഗാന്ധി കുടുംബം വയനാട്ടുകാരെ വിഡ്ഢികളാക്കുകയാണോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അഭിപ്രായം ശരിക്കും പുള്ളിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് പുള്ളിയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ. അങ്ങനെ പോയിട്ട് വേറൊരാൾ വരുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് അവർ തീരുമാനിക്കുന്ന കാര്യമല്ലേ, നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അത് നല്ലതാണ്. അത് ഭാവിയിലേക്ക് നല്ലൊരു ഗുണമുണ്ടാകും നമുക്ക്. അതല്ല, അത് രാഷ്ട്രീയമായിട്ട് അത് പാർട്ടിക്കാർ നോക്കണമല്ല. അതിപ്പോൾ അവർ പാർട്ടി നോക്കി എടുത്താണത്. അത് നല്ല തീരുമാനമാണ്, കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി തന്നെ ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം എത്രയാണെന്ന് പറഞ്ഞാൽ ശരിയായ പ്രതിപക്ഷം ഉണ്ടാകണമല്ലോ. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി കൂടെ വരുമ്പോൾ അത്രയും കൂടെ മെച്ചമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാൾ രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നതിൽ ഇന്ത്യയിൽ നിയമപരമായിട്ട് തടസ്സമില്ല. അപ്പോൾ ഒരു ദേശീയ നേതാവെന്ന രീതിയിൽ രണ്ട് സ്ഥലത്ത് മത്സരിച്ചതിൽ തെറ്റും പറയാനില്ല. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണ നടക്കുന്നതാണ്. ഇപ്പോൾ മോദി ആണെങ്കിലും രണ്ട് സ്ഥലത്ത് മത്സരിച്ചിട്ടുന്നതിന് മുൻപ് ദേശീയ നേതാക്കന്മാർ രണ്ട് സ്ഥലത്ത് മത്സരിക്കാൻ സാധാരണമാണ്. അതൊരു രീതിയാണ്. അതിലിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു ഒഴിവ് പറയുന്നതിൽ ശരിയല്ല. ഒന്നല്ലെങ്കിൽ അങ്ങനെ അതിനോട് എതിർപ്പുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എല്ലാ രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്ന രീതി ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതിൽ പ്രത്യേകിച്ച് ഒഴിവൊന്നുമില്ല. രാഹുൽ ഗാന്ധി രണ്ട് സ്ഥലത്ത് മത്സരിച്ചാലും തെറ്റില്ല. ഏത് സ്വീകരിക്കണം എന്നുള്ള അയാളുടെ രാഷ്ട്രീയ തീരുമാനമാണ്. അതിനകത്ത് കുഴപ്പമൊന്നും എനിക്ക് യാതൊരു രാഷ്ട്രീയത്തോടെ തന്നെ ഒരു അഭിപ്രായമില്ല. ആരും നിലയിൽ ജനങ്ങൾ പണിയെടുത്താൽ അവർ ജീവിക്കും. പ്രിയങ്ക ഗാന്ധി ആക്ച്വലി ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ഫാമിലിയിലുള്ള ഒരാളല്ലേ. അപ്പോൾ ആ ഒരു തോട്ടിൽ ചിന്തിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് ആ സീറ്റ് പോകുന്നതുകൊണ്ട് ലൈക്ക് വേറെ ആരെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുക, അവരുടെ ഫാമിലി ഇപ്പോൾ ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി ഇങ്ങനെ വരില്ലേ, അതിലുള്ള ഒരാൾ തന്നെയാണ് പിന്നെ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. പിന്നെ ഇവരുടെ പൊളിറ്റിക്കൽ ടോട്ടൽ ഇതുവരെ ചെയ്തെന്താ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്നാലും നമ്മൾക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച് ഒരു ഫാദർ മരണപ്പെട്ട് എന്താ ഗ്രാൻഡ് മദർ ഇതുപോലെ തന്നെ ഇതിൽ പൊളിറ്റിക്കൽസിൽ മരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നല്ലൊരു ഭരണം കിട്ടും എന്ന് വിചാരിക്കാം. എന്തായാലും സന്തോഷം. അതെ, അതിന് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാനും പറഞ്ഞു. ഞാൻ കാൻഡിഡേറ്റിന് ഇതിൽ മാത്രമേ ഇത് പറഞ്ഞുള്ളൂ, ഒരു യോജിപ്പ് പറഞ്ഞുള്ളൂ. അല്ലാതെ ഉള്ളത് എനിക്ക് അതിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ടൈമും വേസ്റ്റാണ്, ജനങ്ങളുടെ ടൈം വേസ്റ്റാണ്, ലോട്ട് ഓഫ് മണി വേസ്റ്റാണ്, എല്ലാം വേസ്റ്റാണ്. അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അറിയാമെങ്കിൽ പിന്നെ എന്തായാലും നിൽക്കേണ്ട കാര്യമില്ലല്ലോ.